നമസ്കാരം. യമനിൽ 10ാം ദിവസവും അമേരിക്കയുടെ വ്യോമാക്രമണം ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. തിങ്കളാഴ്ച യമനിൽ വിവിധയിടങ്ങളിൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ പ്രധാന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഹൂതികളുടെ ആയുധം ഇപ്പോൾ തന്നെ ഫാക്ടറികളടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേസമയം നേതാവ് കൊല്ലപ്പെട്ട വാർത്തകൾ ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇവർ അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീനിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനെതിരെയും ചെങ്കടലിൽ അമേരിക്ക പടക്കപ്പലുകൾക്ക് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണം ഹൂതികൾ ശക്തമാക്കിയതോടെയാണ് ഇപ്പോൾ അമേരിക്ക വ്യോമാക്രമണം തുടങ്ങിയതെന്നാണ് അവരുടെ ന്യായം. യമൻ തലസ്ഥാനമായ സനാസയിൽ തന്നെ US നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് കണക്കൊന്നും എവിടെയും പറയുന്നില്ല. 15 പേർക്ക് പരിക്കേറ്റു, അതും എവിടെയും പറയുന്നില്ല. റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയായിരുന്നു US ബോംബാക്രമണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും എവിടെയും ഇവർ എടുത്തു പറയുന്നില്ല. സനായിസിലെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശമായ അസറിലായിരുന്നു US വ്യോമാക്രമണം. വളരെ അക്രമാസക്തമായ ആക്രമണങ്ങളാണ് പ്രദേശത്ത് US അഴിച്ചുവിടുന്നത്. പ്രദേശവാസികൾ പറഞ്ഞ വാക്കുകളാണിവ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റവരിൽ 3 കുട്ടികളും 2 സ്ത്രീകളുമുണ്ട്. വിഷയത്തിൽ US സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യമന്റെ വടക്കൻ പ്രവിശ്യയായ സാദയിലും US വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പ്രവിശ്യയിൽ ലക്ഷ്യമിട്ടായിരുന്നു US ആക്രമണം. ഇത് രാവിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിൽ വിമാനത്താവളം ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ US സൈന്യം ബോംബാക്രമണം നടത്തുകയും അതുപോലെ തന്നെ ഒരു പരമ്പര തന്നെ നടത്തുകയും ചെയ്തു. ഇവിടെ ആളപായമൊന്നുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം US ചൊടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ട്രംപ് അധികാരമേറ്റതിനു ശേഷം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക നടപടിയാണ് ഹൂതികൾക്ക് നേരെ നടക്കുന്നത്. ഹൂതികളെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം ഭാവിയിൽ ഉണ്ടാകുന്ന ഹൂതി ആക്രമണങ്ങൾക്ക് തന്നെ ഇറാൻ ഉത്തരവാദിയാകുമെന്ന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു. അതേസമയം മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ബർമൂയിനെ ഇസ്രായേൽ വധിച്ചു. ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബർഹൂം ഉൾപ്പെടെ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ അൽ മവാസിയിലെ ഒരു ടെന്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാവിനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. 1.5 ലക്ഷത്തിലധികം തന്നെ കുടിയേറ്റക്കാരുടെ ലീഗൽ സ്റ്റേറ്റസ് റദ്ദാക്കാൻ ഒരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമുണ്ട്. ക്യൂബൻ, ഹെയ്തി, നിക്കരാഗ്യ, വെനസ്വേല എന്നീ രാജ്യക്കാരായി 5,32,000 കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഭീഷണി നേരിടുന്നുണ്ട്. സ്വദേശങ്ങളിലേക്ക് സ്വയം മടങ്ങിപ്പോയില്ലെങ്കിലും നാടുകടത്തൽ നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുണ്ട്. വരുമെന്ന 1 മാസത്തിനുള്ളിൽ തന്നെ നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കി. 2022 ഒക്ടോബർ മുതൽ അമേരിക്കയിലേക്ക് വന്ന 4 രാജ്യങ്ങളിൽ നിന്നും 5,32,000 കുടിയേറ്റക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സാമ്പത്തിക സ്പോൺസർമാരുമായി എത്തിയ അവർക്ക് US തന്നെ താമസിക്കാനും ജോലി ചെയ്യാനും 2 വർഷത്തെ പെർമിറ്റുമുണ്ട്. ഏപ്രിൽ 24 അല്ലെങ്കിൽ ഫെഡറൽ രജിസ്റ്ററിൽ തന്നെ ഇപ്പോൾ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിന് ശേഷം അവരുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുമെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീൻ നോം വെളിപ്പെടുത്തിയത്.